ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് പല യാത്രക്കാരും ട്രെയിൻ വൈകുന്നതൊപ്പം തന്നെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് പലരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പല ട്രെയിനുകളുടെയും സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പല ട്രെയിനുകളും വൈകി ഓടുന്നു. പല ട്രെയിനുകളും ഇതുവരെ നിശ്ചിത സ്റ്റേഷനുകളിൽ എത്തിയിട്ടില്ല. പല ട്രെയിനുകളും അതിൻ്റെ സമയം ഇതുവരെ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. പ്രധാനമായും പറയാനുള്ളത്, എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇത് രാവിലെ 7 മണിക്ക് കോഴിക്കോട് എത്തേണ്ടതായിരുന്നു. ഈ ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. മറ്റൊരു പ്രധാന കാര്യം, രാവിലെ 9 മണിക്ക് കോഴിക്കോട് എത്തേണ്ടിയിരുന്ന പരശുരാം എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി അല്പസമയം മുമ്പാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അത്തരത്തിൽ അതിന് പിറകിലായി വരുന്ന പല ട്രെയിനുകളും അതേ സമയം പോലെ വൈകി വരികയാണ്. ഇതുപോലെ ഇന്നും നാളെയും മറ്റന്നാളുമായി ചില ട്രെയിനുകൾ, കോഴിക്കോട് വഴി കടന്നു പോകുന്ന ചില ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മറ്റ് ചില ട്രെയിനുകൾ, അതായത് തെക്ക് നിന്ന് വടക്കോട്ടേക്ക് വരുന്ന പല ട്രെയിനുകളും വൈകി ഓടുന്നു. അതുപോലെ തന്നെ വടക്ക് നിന്ന് ഏറനാട്, പരശുറാം അടക്കമുള്ള ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾ വൈകി ഓടുകയാണ്. സ്റ്റേഷനിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് യാത്രക്കാർക്ക് പ്രത്യേക അറിയിപ്പുകൾ ലഭിക്കുന്നത്. പ്രധാനമായും മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, കൊച്ചുവേളിയിൽ നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന, അതായത് കോഴിക്കോട് വഴി പോകുന്ന ദീർഘദൂര ട്രെയിനുകൾ പലതിൻ്റെയും സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നു. പലതും വൈകിയാണ് ഓടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇതുവരെ പുറപ്പെട്ടില്ല. ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നാഗർകോവിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ് ഇത് ഉച്ചയ്ക്ക് 12:30 കോഴിക്കോട് എത്തുന്നതാണ്. എന്നാൽ ഈ ട്രെയിൻ എറണാകുളത്തിനിടയിൽ യാത്ര അവസാനിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 3:45 എറണാകുളത്ത് എത്താനുള്ള പരശുരാം എക്സ്പ്രസ് ഇതും എറണാകുളത്തിനിടയ്ക്ക് യാത്ര അവസാനിപ്പിക്കും. ഒപ്പം ജനശതാബ്ദി എക്സ്പ്രസ് 1:15 കോഴിക്കോട് എത്താനുള്ളതാണ്. ഈ ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഈ ട്രെയിനും ഇതുപോലെ തന്നെ എറണാകുളത്തിനും കോഴിക്കോടിനുമിടയിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിക്കും. ഇതുപോലെ നിരവധി ട്രെയിനുകൾ ഇപ്പോൾ പകുതി സ്റ്റേഷനിൽ, അതുപോലെ നിശ്ചിത സ്റ്റേഷനിൽ ഇതുവരെ ട്രെയിനുകൾ എത്തിയിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ ഇൻഫർമേഷൻ കൗണ്ടറിൽ നൽകിയതുപോലെ ചില ട്രെയിനുകൾ ഭാഗികമായും, ഒപ്പം തന്നെ തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയിൽ ട്രെയിൻ അപകടം നടന്നില്ല. എറണാകുളം ഭാഗത്തേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ അറിയിപ്പാണ് യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. പല ട്രെയിനുകളും എത്തുന്നില്ല. പരശുരാം എക്സ്പ്രസ്സും ഒപ്പം തന്നെ എഗ്മോർ എക്സ്പ്രസ്സും, ഈ 2 ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോൾ കോഴിക്കോട് വഴി കടന്നു പോയിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും എത്തേണ്ട പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. പല യാത്രക്കാരും ഇപ്പോൾ സ്റ്റേഷനിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങോട്ടും വേണ്ട? കോഴിക്കോട് വന്നു. ഏതിനാണ് വന്നത്? എഗ്മോറിന്. ട്രെയിൻ ലേറ്റ് ആയിരുന്നോ? ലേറ്റ് ആയിരുന്നു, 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. മറ്റ് ട്രെയിനുകളുടെ വിവരം വല്ലതും അറിഞ്ഞോ? ഏറനാട് ഇല്ലായിരുന്നു. ഇനി വേറെ ട്രെയിനിനെ പറ്റി വ്യക്തമായി പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ ചില പകരം സംവിധാനങ്ങൾ കോഴിക്കോട് ഡിവിഷൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അത് പ്രായോഗികമല്ല. കാരണം ഒരു ട്രെയിനിൽ ഉള്ള ആൾക്കാരെ മുഴുവൻ മറ്റൊരു ട്രെയിനിൽ കയറ്റിവിടുക എന്നത് പ്രായോഗികമല്ല. അതുപോലെ തന്നെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്ന് പല ബസ്സുകളും അധികം പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല KSRTC സർവീസുകളും നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിർദ്ദേശം കൂടി യാത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം KSRTC വഴി യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഡിവിഷനിൽ മറ്റു ട്രെയിനുകൾ അല്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ.